ഇനിയോ അസൂയ മാത്രല്ല, ഖുർആനിൽ അല്ലാഹു തആല ഒരുത്തനെ പറ്റി പറഞ്ഞില്ല, തുതി കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മസ്സായിൻ ബിനമീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം. അത്ര നിസാരപ്പെടുത്തിയിട്ട് അല്ലാഹു ഒരാളെ പറ്റി പറഞ്ഞില്ല. എന്താ ഓൻ ചെയ്ത തെറ്റ്? ഫിത്തന ഉണ്ടാക്കാൻ വേണ്ടി ഏഷണി പറഞ്ഞു. അല്ലേ? എങ്ങനല്ലേ? ഹമ്മാസിൻ മസ്സായിൻ ബിനമീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമീമത്ത്, ഏഷണി പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കുക. ആ പണിയല്ലേ ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ അമീർ എടുത്തത്? എന്താ ഇയാൾ പറഞ്ഞറിയോ? ഈ കാന്തപുരം പള്ളി ഉണ്ടാക്കുന്നത് ശിഹാബ് തങ്ങളെ കാണാൻ വലിയ ആത്മീയ നേതാവാകാൻ വേണ്ടിയിട്ടാണ്. ഇതിന് തമ്മിൽ തല്ലിക്കാനുള്ള ഒരു ഏർപ്പാട്. കാരണം മൂപ്പർക്ക് തീരെ പറ്റാത്തൊരു വിഷയമുണ്ട്. എന്താ? ഈ ജമാഅത്ത് ഇസ്ലാമി ഇലക്ഷനിൽ നിന്നപ്പോ ഒരൊറ്റ സുന്നി വോട്ട് ചെയ്തില്ല. അതിന്റെ പ്രശ്നം. അപ്പോ അതിനൊന്ന് തമ്മിലടുപ്പിച്ചിട്ട് ഈ ഈർക്കിൽ പാർട്ടികൾക്ക് ഇവിടെ എന്ത് വേണം? അഡ്രസ് ഉണ്ടാക്കണം. അത്ര അങ്ങനെ ഫിത്ന പറയുമ്പോഴേക്ക് പെട്ടുപോന്നവരാണ് സുന്നികൾ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റി ജമാഅത്തുകാരാ. അതൊന്ന് കേൾപ്പിച്ചോട്ടാ, ഫിത്ന ഒന്ന് കേൾപ്പിച്ചോട്ടാ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ തിരുകേശ അവകാശവാദത്തിനു പിന്നിൽ ഒരു ആത്മീയ മത്സരവും ജമാഅത്തെ ഇസ്ലാമി കാണുന്നുണ്ട്. ഇപ്പോ കേരള മുസ്ലിങ്ങൾക്കിടയിൽ ആത്മീയ നേതാവായി ആദരിക്കപ്പെടുന്നത് പാണക്കാട്ട് തങ്ങളാണ്. പാണക്കാട്ട് തങ്ങൾ പ്രവാചകന്റെ എത്രയോ തലമുറയിൽപ്പെട്ട ഒരാളാണ്. പ്രവാചകനുമായി അദ്ദേഹത്തിന് കുടുംബ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. കേട്ടോ, മൂപ്പരത് അംഗീകരിച്ചിട്ടില്ല. കുടുംബ ബന്ധം ഉണ്ടെന്നാ പറയുന്നത്. മൂപ്പര് തങ്ങളാണ് എന്നോ കുടുംബ ബന്ധം ഉണ്ടെന്നോ അംഗീകരിച്ചിട്ടില്ല. ഇതാ സാധനം. അവനായി ഫിത്ന ഉണ്ടാക്കാൻ വരുന്നത്. ബാക്കി എന്നാൽ ആ കുടുംബ ബന്ധത്തെക്കാൾ പ്രധാനമായ ബന്ധം പ്രവാചകനുമായി തനിക്കുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുണ്ട് നമീമത്തിന്റെ കോലം. എന്നാ മൗലവി, നിങ്ങൾക്ക് തെറ്റുപറ്റി. ഒരാഴ്ച മുമ്പ് കാന്തപുര ഉസ്താദ് പാണക്കാട് വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് പോയിട്ട് നല്ല സൽക്കാരം കഴിഞ്ഞാ വന്ന്. കേട്ടോ, ആ വിവരം അറിയൂ. ആ വിവരം അറിയൂ. നിങ്ങൾ ഫിത്ന ഉണ്ടാക്കാനറിയാം അല്ലേ? പ്രവാചക തിരുകേശം സംബന്ധിച്ച് SKSSലെ ചില വ്യക്തികളാണ് വിവാദം ഉണ്ടാക്കുന്നതെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. തിരുകേശം സ്ഥാപിക്കുന്നതിനായി നിർമ്മിക്കുന്ന പള്ളിക്ക് വേണ്ടി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങൾ സംഭാവന നൽകിയിട്ടുണ്ട്. പള്ളിക്ക് വേണ്ട 40 കോടി രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുമെന്നും അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവരെ ഒഴിച്ചു പോകാം. സുബ്ഹാനല്ലാഹ്. ഇനി സഹോദരന്മാര്, പിന്നെന്താ ഇവരെ പരിപാടി? നമ്മളെ വല്ലദീത വല്ലാക്കി ബ്രഹു മൂപ്പരുണ്ട് ഏഷ്യാനെറ്റ്. മൂപ്പർക്ക് പറയാനുള്ള എന്താ അറിയോ? പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാല് ഇത്തരം പരിപാടിയൊന്നുമല്ല. പ്രവാചകന്റെ കാൽപ്പാടുകൾ പിന്തുടരലാണ്. പ്രവാചകന്റെ കാൽപ്പാടുകൾ പിന്തുടരല. നല്ല കാൽപ്പാട് പിന്തുടരുന്ന ആളാ മുഖം നോക്കിയാൽ തന്നെ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താടി വളർത്തിയിട്ടില്ലേ? എന്തേ പറ്റാണ്ടായി പോയത്? അവിടുന്ന് തലപ്പാവ് ധരിച്ചിട്ടില്ലേ? എന്തേ പറ്റാണ്ടായി പോയത്? എന്നിട്ട് കാൽപ്പാട് പിന്തുടരലാണ്. ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ പറയുന്നത്? അത് നിങ്ങളൊന്ന് കേട്ടോളൂ, എനിക്ക് ബാക്കി ഞാൻ പറഞ്ഞുതരാം. പ്രവാചകനെ മറ്റാരേക്കാളും അധികം അവനവനേക്കാൾ അധികം സ്നേഹിക്കണമെന്നതാണ് ഇസ്ലാം മതത്തിന്റെ പ്രാഥമികമായ പാഠമാണ്. പക്ഷെ ആ സ്നേഹിക്കുക എന്ന് പറയുന്നതിനർത്ഥം പ്രവാചകന്റെ കാൽപ്പാടുകളെ പിന്തുടരുകയും അദ്ദേഹത്തിന്റെ പ്രതിനിധാനത്തിനനുസരിച്ച് ജീവിതം നയിക്കുകയും അദ്ദേഹത്തിന്റെ ദൗത്യത്തെ ലോക തലമുറകൾക്ക് പരിചയപ്പെടുത്തുകയും അതനുസരിച്ച് സ്വന്തം ജീവിതം രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. അല്ലാതെ ഈ പ്രവാചകന്റെ മഹത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പറയുന്ന ബോഡി വേസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ആ വാക്ക് പറഞ്ഞതിനെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം, അതിനെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടുകൊണ്ട് അത് വിശുദ്ധമാണ് എന്ന രീതിയിൽ അതെടുത്ത് സൂക്ഷിക്കുകയും അത് വെള്ളത്തിലിട്ട് കുടിക്കുകയും അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ എല്ലാ രോഗങ്ങളും മാറുമെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു തരം പൗരോഹിത്യത്തിന്റെ കടന്നുകയറ്റം. ഇപ്പൊ ഇസ്ലാം പ്രവാചകന് വെളിപ്പെട്ട ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പൗരോഹിത്യം എന്ന് പറയുന്നത് ഏറ്റവും ശപിക്കപ്പെട്ട ഒന്നാണ്. കേട്ടോ, അപ്പൊ ഞാൻ നേരത്തെ ബുഖാരിയിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ ഉമിനീര് ചേർത്ത മുഖം കഴുകിയ വെള്ളം കൊടുത്തിട്ട് കുടിച്ചോ സന്തോഷിച്ചോ എന്ന് പറഞ്ഞു. സഹാബത്തിന്റെ പതിവെന്താണെന്ന് ഞാൻ നേരത്തെ ബുഖാരിയിൽ നിന്ന് ഉദ്ധരിച്ചു.
അതൊക്കെ മൂപ്പര് ചാടിക്കടക്കല. അവിടെ ഒന്നും മൂപ്പര് നിൽക്കൂല, മൂപ്പര് ചാടിക്കടക്കല. എന്നാൽ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഫല്ലദീന ആമനൂ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ. ഒന്ന്, ആദ്യം വിശ്വാസം വേണം, അതാ ഇവർക്കില്ലാത്തത്. പിന്നെന്താ വേണ്ടത്? വഅസ്സറൂഹു, നബിയെ ബഹുമാനിക്കണം. രണ്ട്, വനസറൂഹു, നബിയെ സഹായിക്കണം. മൂന്ന്, നാലാമത് പറയുന്ന വത്തബഉന്നൂറല്ലദീ ഉൻസില മഅഹു, നബിയോടുകൂടെ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. നാല്, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് നിശ്ചയം വിജയിച്ചവർ നബിയേ. അപ്പൊ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം എന്ന് മാത്രം പറഞ്ഞാ പോരെ അള്ളാഹ്ക്ക്? അല്ല എന്തിനാ മൗലവിമാരെ അതിനു മുമ്പ് മൂന്ന് കാര്യം പറഞ്ഞത്? ഫല്ലദീന ആമനൂ ബിഹി, ഒന്നാമത് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വാസം വേണം. വഅസ്സറൂഹു, നബിയെ ബഹുമാനിക്കണം. വനസറൂഹു, നബിയെ സഹായിക്കണം. വത്തബഉന്നൂറല്ലദീ ഉൻസില മഅഹു, നബിയോടുകൂടെ ഇറക്കപ്പെട്ട പ്രകാശത്തെ, പരിശുദ്ധ ദീനിന്റെ വെളിച്ചത്തെ പിന്തുടർന്ന് ജീവിക്കണം. ഈ നാല് കാര്യമുള്ളവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് നിശ്ചയം വിജയികൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ വിജയികളെ കൂട്ടത്തിൽ പെടൂല, പോയി നരക കൊണ്ട് ചാടേണ്ടി വരും. വേറെന്ത് പറയാനാ? ഇനി സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക, ഇയാളെന്താ പറഞ്ഞത്? പൗരോഹിത്യം പറ്റൂല. മൗദൂദിന്റെ പേന 24 ലക്ഷം ഉറുപ്പ്യക്ക് വിളിച്ചെടുത്ത കമ്പനിയല്ലേ ഇത് പറയുന്നത്? ഇതിനേക്കാൾ വലിയ പൗരോഹിത്യം എന്താ? ഞങ്ങൾ ആരെങ്കിലും കാന്തപുര ഉസ്താദിന്റെ ഈക്ക ഉസ്താദിന്റെ മറ്റോ പേന 24 ലക്ഷത്തിന് ലേലപ്പിച്ച് വിറ്റിനോ? ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശോഷിപ്പുകളെ ബഹുമാനിക്കുമ്പോ അതല്ലേ നിങ്ങൾക്ക് പറ്റാത്തത്? പണ്ടേത്തെ അബ്ദുള്ളാന്റെ അതേ കമ്പനി. എന്നാൽ നിങ്ങളൊന്നുകൂടി ആലോചിച്ച് നോക്ക്, ഇവരെ പൗരോഹിത്യം. സുബ്ഹാനല്ലാഹ്. മൂപ്പര് പറയാണ്, ഞാൻ പറഞ്ഞതിൽ ഓർച്ചു നിൽക്കൂ. ഇയാൾ എന്താ പറഞ്ഞത്? എല്ലാവർക്കും അറിയാലോ. എന്തിനാ പത്രത്തിന്റെ പേര്? തേജസ്. തേജസ്. ഓ, മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഞങ്ങൾ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലട്ടോ. മുസ്ലിമീങ്ങളെ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ ഉണ്ട് ഒരു കൂട്ടർ. നിലനിൽപ്പിന് ചിലരിങ്ങോട്ട് വന്നൂടും. നിലനിൽപ്പിന് ഭയങ്കര വരും. ഒരാൾ വന്ന് മുസ്ലിമീങ്ങളെ മുഴുവൻ പ്രശ്നവും ഞാൻ പരിഹരിക്കാറില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ പിന്നെ അയാളെ പ്രശ്നമാണ് മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ പറയാറുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും നിലനിൽപ്പിന്, മുസ്ലിമീങ്ങളെ നിലനിൽപ്പിന് വേണ്ടി രംഗത്ത് വരല. സുബ്ഹാനല്ലാഹ്. ഒരു വിവരം കെട്ടവൻ മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരാൾ കൊണ്ട് എല്ലാ സമുദായത്തിലും മറ്റു സമുദായത്തിൽപ്പെട്ടവരൊക്കെ അങ്ങനല്ല. ഒരു ചങ്ങാതി തോന്നിവാസം ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി. അപ്പൊ എന്ത് ചെയ്തു? മുസ്ലിം പണ്ഡിതന്മാർ ആത്മസമീപനം കാണിച്ചു. മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശവും ആശയവും ജനങ്ങളെ ബോധ്യപ്പെടുത്തി. വളരെ നന്നായി ഇവിടെ പ്രവർത്തിച്ചു. അപ്പണേക്ക് ഒരു ചങ്ങായി പോയിട്ട് ഒറ്റപ്പെട്ടു. പിന്നെ നോക്കുമ്പോ എന്തായി? മുസ്ലിമീങ്ങൾ പ്രതികൂട്ടിലായി, മുസ്ലിം സമുദായം പ്രതികൂട്ടിലായി. പിന്നെ അതിനെപ്പറ്റിയുള്ള ചർച്ച.